റിഹാബിലിറ്റേഷനായിട്ട് ഇവിടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആളുകളെ ശ്രദ്ധിക്കുന്ന സമയത്ത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം അസസ് ചെയ്ത് അവർ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ സെറ്റ് ചെയ്ത് നമ്മൾ ഇലക്ട്രോ തെറാപ്പി, മാനുവൽ തെറാപ്പി, എക്സസൈസ് തെറാപ്പി ഇതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ആ ഒരു ഫിസിയോതെറാപ്പി സെഷൻസ് മുന്നോട്ട് പോകുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സെഷൻ്റെ ഇടയിൽ ഇലക്ട്രോ തെറാപ്പി, മാനുവൽ തെറാപ്പി ആ ഒരു സെഷനിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും വളരെ കംഫർട്ടബിൾ ആയിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും. പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ ദേഹാധ്വാനമൊന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്നാൽ മതി. മെഷീൻസ് അവിടെ സൈഡിൽ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ മാനുവൽ തെറാപ്പി ആണെങ്കിൽ പാസീവായിട്ട് ഫിസിയോസ് വർക്ക് ചെയ്യും. പെയിൻ കുറയും. അതുപോലെ കുറച്ചുകൂടെ ഒരു മൊബിലിറ്റിയും കാര്യങ്ങളൊക്കെ ബെറ്റർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഹാപ്പി. പക്ഷേ എക്സസൈസ് തെറാപ്പിക്ക് കിടക്കുമ്പോഴാണ് പലർക്കും മുമ്പുണ്ടായിരുന്ന ആ ഒരു കംഫർട്ട് ലെവലും അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സൊക്കെ പതുക്കെ ഒന്ന് കുറയുക. പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സസൈസസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസ്കംഫർട്ടും ചിലപ്പോൾ ചെറിയ പെയിനും പിന്നെ കുറച്ചൊരു ദേഹാധ്വാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇലക്ട്രോ തെറാപ്പി മൊഡാലിറ്റീസ് അല്ലെങ്കിൽ മാനുവൽ തെറാപ്പി, അതായത് പാസീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ശരിയാണ് പലപ്പോഴും ആ ഒരു നമുക്ക് കുറച്ചൊരു ഫ്ലെക്സിബിലിറ്റിയും റിലാക്സ്ഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ആ കിട്ടിയ എഫക്റ്റ് അത് മെയിൻറ്റെയിൻ ആയിട്ട് പോകണമെങ്കിൽ പലപ്പോഴും നമുക്ക് എക്സസൈസ് തെറാപ്പി കൂടിയേ തീരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോൾഡർ അല്ലെങ്കിൽ ഹിപ്പ്, ബാക്ക് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് അവിടുത്തെ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ചെറിയൊരു ടൈറ്റ്നെസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ സ്ട്രെച്ചിങ് എക്സസൈസസ് ആവശ്യമായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്കവിടെ ടിഷ്യൂസ് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടി ഒന്ന് ഫ്രീ ആവുള്ളൂ, മെയിൻറ്റെയിൻ ആയിട്ട് പോവുള്ളൂ. കാര്യം മാനുവൽ തെറാപ്പി അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ അവിടെ സ്ട്രെച്ചിങ് എക്സസൈസ് കൂടിയേ തീരും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയും മറ്റു ബുദ്ധിമുട്ടുകളുടെയും റൂട്ട് കോസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും മസിൽസിൻ്റെ വീക്ക്നെസ് ആണെങ്കിൽ അവിടെ സ്ട്രെങ്തനിങ് എക്സസൈസസ് കൂടിയേ തീരും. അല്ലാണ്ട് വേറെ അതിലൊരു ഷോർട്ട് കട്ടും ഇല്ല. കാര്യം മസിൽസ് സ്ട്രെങ്ത് ആവാനായിട്ട് ഇതുവരെയ്ക്കും പ്രത്യേകിച്ച് പിൽസോ ടോണിക്സോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതിന് എക്സസൈസ് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് മസിൽ സ്ട്രെങ്ത് വരാനായിട്ട് അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഇങ്ങനെ കൂടി ബെറ്റർ ആയിട്ട് വരാനായിട്ട് നമുക്ക് ഇപ്പോൾ വല്ല ടോണിക്കോ പിൽസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. 1 വീതം 3 നേരം എന്ന് പറഞ്ഞ പോലെ കറക്റ്റ് അത് കഴിച്ചാൽ മതി. നമ്മുടെ മസിൽ ഇങ്ങനെ സ്ട്രെങ്ത് ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരും. അപ്പോൾ അത് കാരണം ആ ഒരു ഓപ്ഷനും നടക്കില്ല. കാര്യം നമുക്ക് ആ ഒരു റിഹാബിലിറ്റേഷൻ ആ ഒരു ഫേസസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് സ്ട്രെങ്തനിങ് എക്സസൈസസ്, സ്ട്രെച്ചിങ് എക്സസൈസ്, അതായത് എക്സസൈസ് തെറാപ്പി കൂടിയേ തീരൂ. സോ നോ പെയിൻ നോ ഗെയിൻ.